ഒരു ദിവസം അവളുടെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ നിമിഷം സംഭവിച്ചു. ക്ലാസ്സിൽ ടീച്ചർ തന്നെയാണ് അവളുടെ പല്ലിനെ കുറിച്ച് കളിയാക്കിയത്. തന്റെ പ്രിയപ്പെട്ട ടീച്ചറുടെ വായിൽ നിന്നത് കേട്ടപ്പോൾ അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ക്ലാസ്സിൽ എല്ലാവരും ചിരിയായി. ആ നിമിഷം അവൾക്ക് ലോകം മുഴുവൻ അവളെ എതിർക്കുന്നുവെന്ന് തോന്നി. അവളുടെ കണ്ണുകൾ നനഞ്ഞു. ഹൃദയം നിശബ്ദമായി പൊട്ടിത്തെറിച്ചു. ആ ദിവസം മുതൽ അവൾക്ക് സ്കൂൾ പോലും ഭയാനകമായ സ്ഥലമായി മാറി. അവളുടെ ചിരി അവളുടെ ആത്മവിശ്വാസത്തെ തകർത്തു. പൂർണിമയുടെ മനസ്സിലെ വിഷമം അച്ഛനും അമ്മയും ഏറെ നാളായി ശ്രദ്ധിച്ചിരുന്നു. ചിരിയില്ലാത്ത മകളുടെ മുഖം കാണുമ്പോൾ അമ്മയുടെ ഹൃദയം പിളരുകയായിരുന്നു. ഒടുവിൽ അവർ അവളെ ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ചു. ഡോക്ടർ വിശദമായി അവളുടെ പല്ല് പരിശോധിച്ചു. മോളുടെ പല്ലിന് മാത്രമല്ല പൊക്കമുള്ളത്, മോണയ്ക്കുമുണ്ട് പ്രോബ്ലംസ്. അപ്പോൾ നമുക്ക് ചില സർജറികൾ ചെയ്യേണ്ടി വരും. അതിന് നല്ല ചിലവുണ്ട്. ഡോക്ടർ പറഞ്ഞത് കേട്ട് അച്ഛനെയും അമ്മയും കണ്ണിൽ കണ്ണി നോക്കി. ചിലവ് അവർക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി തിരിച്ചെത്തിയ ശേഷം അച്ഛൻ സാമ്പത്തിക രേഖകളും ബാങ്കിൽ നിന്നുള്ള കടം തിരിച്ചടവിന്റെ കണക്കുകളും വെച്ച് ഗൗരവത്തോടെ ഇരിക്കുകയാണ്. പൂർണിമയുടെ പല്ല് ശരിയാക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ് അച്ഛനും അമ്മയും. ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞ ചെലവ് അത് ചെറിയ തുകയല്ല, നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണത്. എന്റെ ബാധ്യതകൾ തീർന്നിട്ടില്ല. ഇപ്പോൾ ഒരു ലോൺ എടുക്കാനും നമുക്ക് എളുപ്പമല്ല. അച്ഛന്റെയും അമ്മയുടെയും വിഷമം കണ്ടപ്പോൾ പൂർണിമയുടെ ഉള്ളം നീറി. അവളുടെ വേദന മാതാപിതാക്കളുടെ സാമ്പത്തിക ഭാരമായി മാറുന്നത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഈ കുറവ് എന്റെ മാത്രം പ്രശ്നമാണ്. ഇതിനു വേണ്ടി എന്തിന് എന്റെ അച്ഛനെയും അമ്മയെയും കടക്കണിയിലാക്കണം? എന്റെ മോണയിൽ സർജറി ചെയ്യുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പേടിയാകുന്നു അമ്മേ. അത്രയും റിസ്ക് എടുക്കുവാൻ ഞാൻ തയ്യാറല്ല. വേണ്ടച്ചാ, ഇത് വേണ്ട. ഇത്രയധികം പൈസ ഇതിനു വേണ്ടി കളയണ്ട. ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എനിക്കിപ്പോൾ എന്റെ പല്ല് ശരിയാക്കണ്ട. സാമ്പത്തിക ബുദ്ധിമുട്ടും മോണയിലെ അധിക സർജറി ഭയവും ചേർന്നപ്പോൾ പൂർണിമ തന്റെ വിഷമം ഉള്ളിലൊതുക്കി. ചികിത്സയെക്കുറിച്ച് സംസാരിക്കുന്നത് പൂർണ്ണമായും അവൾ ഒഴിവാക്കി. ആ തീരുമാനം അവളുടെ ഒറ്റപ്പെടലിനും വിഷാദത്തിനും ആക്കം കൂട്ടി. ഇനി ഈ കുറവ് എന്നെന്നും തന്നോടൊപ്പം ഉണ്ടാകുമെന്ന് അവൾ ഉറപ്പിച്ചു. അങ്ങനെ അവളുടെ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞു. കോളേജിൽ വെച്ചെങ്കിലും കാര്യങ്ങൾ മാറുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. എന്നാൽ കോളേജിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. കൂട്ടുകാരുണ്ടായിരുന്നെങ്കിലും ഒരു സൗഹൃദ സംഭാഷണത്തിനോ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോഴോ അവൾ പുറകിലേക്ക് മാറി നിന്നു. പൊതുവേദികളിൽ സംസാരിക്കാൻ അവസരം ലഭിച്ചാൽ പോലും അവൾ ഒഴിഞ്ഞു മാറി. സൗന്ദര്യ മത്സരങ്ങളെക്കുറിച്ചും മോഡലിംഗിനെ കുറിച്ച് സംസാരിക്കുന്ന പെൺകുട്ടികളുടെ കൂട്ടത്തിൽ അവൾ ഒരു ഭയം നിറഞ്ഞ മൗനമായിരുന്നു. മോഡലിംഗ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് സ്വപ്നം കാണാൻ പോലും ഭയമായിരുന്നു. ഒരു മോഡലിന് വേണ്ടത് തികഞ്ഞ സൗന്ദര്യവും കുറവുകളില്ലാത്ത പുഞ്ചിരിയുമാണ് എന്നായിരുന്നു അവളുടെ വിശ്വാസം. പലപ്പോഴും ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവൾ ചിന്തിച്ചു, എന്റെ ഈ കുറവ് കാരണം ഞാൻ എവിടെയും എത്തില്ലേ? എന്നെ ആരും ഇഷ്ടപ്പെടില്ലേ? അവൾ ആരോടും പരിഭവം പറയാതെ തന്റെ മുറിയിലെ ഇരുളിൽ ആ കുറവിനെ ഒളിപ്പിക്കാൻ ശ്രമിച്ചു. സമൂഹം വെച്ചു പുലർത്തുന്ന സൗന്ദര്യ സങ്കല്പങ്ങൾ അവളെ ഒരു ഇരുണ്ട മുറിയിലേക്ക് തള്ളിയിട്ടു. ഒരു മഴയുള്ള സന്ധ്യാസമയം പൂർണിമ വല്ലാത്ത നിരാശയിലായിരുന്നു. മുറിയിൽ മങ്ങിയ വെളിച്ചം മാത്രം. അവളുടെ കയ്യിൽ ഒരു ഫാഷൻ മാസികയുടെ പഴയ പതിപ്പുണ്ട്. പൂർണിമ കയ്യിലുള്ള മാസിക വെറുതെ മറച്ചു നോക്കുകയാണ്. ഓരോ പേജിലും കാണുന്ന കുറവുകളില്ലാത്ത സൗന്ദര്യമുള്ള മോഡലുകളുടെ ചിത്രങ്ങൾ അവളെ കൂടുതൽ വേദനിപ്പിച്ചു. എനിക്കൊരിക്കലും ഇവരെ പോലെ ആകാൻ കഴിയില്ല എന്നവൾ മനസ്സിൽ പറഞ്ഞു. അവൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അവൾ ആ മാസിക ദൂരേക്കെറിഞ്ഞു. അവളെറിഞ്ഞ മാസിക അവളുടെ മുറിയിൽ ചിന്നിച്ചിതറി. മുറിയിൽ ചിന്നിച്ചിതറിക്കിടന്ന ആ മാഗസിനിലെ ഒരു പേജിലേക്ക് അവളുടെ കണ്ണുകൾ പെട്ടെന്നുടക്കി. ദ പവർ ഓഫ് ദ ഇംപെർഫെക്റ്റ് സ്മൈൽ എന്നായിരുന്നു ആ പേജിൽ ഉണ്ടായിരുന്നത്. ആകാംക്ഷയോടെ അവൾ ആ മാസിക എടുത്ത് ആ ഫീച്ചർ ശ്രദ്ധയോടെ വായിക്കാൻ തുടങ്ങി. പ്രശസ്ത അമേരിക്കൻ മോഡലും അഭിനേത്രിയുമായ ലോറൻ ഹട്ടനെ കുറിച്ചുള്ള ലേഖനമായിരുന്നു അത്. വിടവുള്ള പല്ലുകൾ കാരണം ലോറൻ ഹട്ടനെ പല ഏജൻസികളും ഒഴിവാക്കിയ കഥ അവൾ വായിച്ചു. എന്നാൽ തന്റെ കുറവിനെ ഒരു സവിശേഷതയായി കണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മോഡലിംഗ് കരാർ അവർ നേടിയെടുത്ത എന്ന ഭാഗം എത്തിയപ്പോൾ പൂർണിമയുടെ കണ്ണുകൾ വിടർന്നു. ലോറൻ ഹട്ടൻ ആ കുറവിനെ മറയ്ക്കാൻ മോർട്ടിഷ്യൻസ് വാക്സ് വരെ ഉപയോഗിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന ഭാഗം പൂർണിമയെ ചിന്തിപ്പിച്ചു. താൻ എങ്ങനെയാണോ അതുപോലെ തന്നെ മറ്റൊരാൾ ലോകം കീഴടക്കിയിരിക്കുന്നു.
അവളുടെ മനസ്സിൽ വർഷങ്ങളായി മൂടിക്കിടന്ന നിരാശയുടെ മഞ്ഞുമല അലിഞ്ഞു തീരുന്നത് പോലെ തോന്നി. മാസിക നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൂർണിമ പതിയെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അവൾ ആദ്യമായി ആത്മാർത്ഥമായി ചിരിക്കാൻ ശ്രമിച്ചു. അത് ഒരു മാറ്റത്തിന്റെ തുടക്കമായിരുന്നു. അവൾ തന്റെ മുടി ഒതുക്കി നന്നായി വസ്ത്രം ധരിച്ചു. കണ്ണാടിക്ക് മുന്നിൽ നിന്നും ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ പരിശീലിച്ചു. തുടക്കം ഒരു വെല്ലുവിളിയായി അവൾ ഏറ്റെടുത്തു. അവൾ ഒരു പ്രാദേശിക മോഡലിംഗ് ഏജൻസിയെ സമീപിച്ചു. അവിടെയും അവൾക്ക് നിരാശയായിരുന്നു ഫലം. നിങ്ങളുടെ പുഞ്ചിരി ഇതൊരു ഫാഷൻ ലോകത്തിന് ചേർന്നതല്ല എന്നായിരുന്നു ഒരു ഏജൻസി ഉടമയുടെ പ്രതികരണം. പൂർണിമ തളർന്നില്ല. അവൾ തന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ദ ഗ്യാപ് സ്മൈൽ എന്നൊരു ഹാഷ്ടാഗിൽ അവൾ ചിരിച്ച മുഖങ്ങൾ പങ്കുവച്ചു. പതിയെ ആ ചിത്രങ്ങൾക്ക് ലൈക്കുകളും കമന്റുകളും ലഭിച്ചു തുടങ്ങി. അവളുടെ പുഞ്ചിരി ഒരു കുറവായി കാണുന്നതിനേക്കാൾ ഒരു പ്രത്യേകതയായി ആളുകൾ ഏറ്റെടുത്തു. അങ്ങനെയിരിക്കെ പ്രമുഖ അന്താരാഷ്ട്ര ഫാഷൻ മാസികയായ എലഗൻസിന്റെ ഇന്ത്യൻ എഡിറ്റർ അവളുടെ ചിത്രങ്ങൾ കാണുകയും അവളുടെ പുഞ്ചിരിയിലെ പ്രത്യേകത തിരിച്ചറിയുകയും ചെയ്തു. അവർ പൂർണിമയെ തേടിയെത്തി. അപ്രതീക്ഷിതമായി കിട്ടിയ ആ അവസരം പൂർണിമ ഒരു വെല്ലുവിളിയായി സ്വീകരിച്ചു. ആദ്യത്തെ ഫോട്ടോഷൂട്ടിൽ അവൾ കൈകൾ കൊണ്ട് വായ മറയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ഫോട്ടോഗ്രാഫർ പറഞ്ഞു, പൂർണിമ, നീ നിന്റെ ആത്മാവിനെ മറയ്ക്കാൻ ശ്രമിക്കരുത്. ആ ചിരിയാണ് നിന്റെ സൗന്ദര്യം. ലോകം കാണട്ടെ ആ പൂർണ്ണമായ പുഞ്ചിരി. ആ വാക്കുകൾ പൂർണിമയ്ക്ക് പുതിയ ഊർജം നൽകി. അവൾ മനസ്സ് തുറന്നു ചിരിച്ചു. തന്റെ കുറവുകളൊന്ന് വിശ്വസിച്ചിരുന്ന ആ പല്ലിന്റെ പൊക്കം ക്യാമറയിൽ പതിഞ്ഞപ്പോൾ ഒരു ട്രെൻഡ് സെറ്ററായി മാറി. അങ്ങനെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടുപോയ ആ പെൺകുട്ടി തന്റെ കുറവിനെ ആത്മവിശ്വാസത്തിന്റെ ആഭരണമാക്കി മാറ്റി ലോകമറിയുന്ന മോഡലായി വളർന്നു. മാസങ്ങൾക്കുള്ളിൽ അവൾ എലഗൻസിന്റെ കവർ പേജിൽ നിറഞ്ഞു നിന്നു. അവളുടെ ചിരി ഒരു സിഗ്നേച്ചർ സ്മൈലായി മാറി. ഒരു വലിയ ഫാഷൻ ഷോയുടെ റാമ്പിൽ പുഞ്ചിരിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന പൂർണിമയുടെ ചിത്രം എല്ലാവരും നിറഞ്ഞ കൈയോടെ സ്വീകരിച്ചു. അവൾ തിരിഞ്ഞു നോക്കി ചിരിച്ചപ്പോൾ ആ പൊക്കമുള്ള പല്ലുകൾ ലോകത്തിന് നൽകിയ സന്ദേശം ഒന്നു മാത്രമായിരുന്നു: